എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾ നിത്യവും ചൊല്ലേണ്ട ലളിതമായ കുറച്ച് പ്രാർത്ഥനകളാണ് ഇന്നു മുതൽ പറഞ്ഞു തരുന്നത്. ആദ്യമായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. രാവിലെ കുളി കഴിഞ്ഞ് വീട്ടിൽ വിളക്കു കൊളുത്തി വെച്ചിരിക്കുന്ന സ്ഥലത്ത്, അതായത് ചില ഗൃഹങ്ങളിൽ പൂജാമുറി ഉണ്ടായിരിക്കും, ചില ഗൃഹങ്ങളിൽ ദേവീ ദേവന്മാരുടെ ഫോട്ടോകളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ വെച്ച് വിളക്ക് കൊളുത്താനായി ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കും. അവിടെ പോയി വിളക്ക് തൊഴുത ശേഷം ആദ്യമായി ഗണപതി ഭഗവാനെ വന്ദിക്കണം. ആ ഗണപതി ഭഗവാനെ വന്ദിക്കാനുള്ള പ്രാർത്ഥന ഇപ്രകാരമാണ്: ഗജാനനം ബോധഗണാതിസേവിതം കപിത്തജംബോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഈ പ്രാർത്ഥന ചൊല്ലി ഭഗവാനെ ഏത്തമിട്ട് നമസ്കരിക്കണം. ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാലേ തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റു ദേവീദേവന്മാർ നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളുകയുള്ളൂ, അതായത് സ്വീകരിക്കുകയുള്ളൂ. ഇത് ശ്രീ മഹേശ്വരൻ, ശ്രീ മഹാദേവൻ ഗണപതി ഭഗവാന് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ് ഗണപതി ഭഗവാനെ പ്രഥമ പൂജനീയൻ, ഗണനായകൻ ആയി സ്ഥാനം നൽകിയിട്ടുള്ളത്. അത് കാരണം നമ്മൾ ആദ്യമായി ഗണപതി ഭഗവാനെ വന്ദിക്കണം. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഗണപതി ഭഗവാനെ പൂജിക്കും. പുതിയ വീട് വെച്ച് ഗൃഹപ്രവേശം നടത്തുമ്പോൾ നമ്മൾ ആദ്യം മഹാഗണപതി ഹോമമാണ് ചെയ്യുക. ശബരിമലയിലേക്ക് കെട്ടുനിറച്ചു പോകുന്നവർ വിഘ്നങ്ങളൊന്നും കൂടാതെ ശബരിമല ദർശനം കഴിഞ്ഞ് സുഖമായി തിരിച്ചെത്താനായി ഗണപതി ഭഗവാന് നാളികേരം എറിഞ്ഞ ശേഷമാണ് യാത്ര തുടങ്ങുക. ഇതുപോലെ എല്ലാ നല്ല കാര്യത്തിനും മുന്നേ നമ്മൾ ഗണപതി ഭഗവാനെ പൂജിക്കും, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കും. വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ ചെറിയ ചെറിയ ശ്ലോകങ്ങളും ലളിതമായ പ്രാർത്ഥനകളും മനസ്സിലാക്കാനും അതിലുള്ള തത്വങ്ങളും മനസ്സിലാക്കാനുമായിട്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. എല്ലാവരെയും ഗണപതി ഭഗവാൻ ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എൻ്റെ പേര് ലളിതാംബിക വിശ്വനാഥൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.